നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 28 വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ വിവാഹം കഴിഞ്ഞത് ഏതാണ്ട് 3 മാസത്തിന് മുൻപാണ്. അദ്ദേഹം ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം ജോലിക്കൊന്നും പോയിട്ടില്ല. നാട്ടിൽ അത്യാവശ്യം ഭൂസ്വത്തൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ നോക്കി നടത്തി കഴിഞ്ഞാൽ തന്നെ ജീവിക്കാനുള്ള വരുമാനങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് അതിനുവേണ്ടി അധികം ശ്രമിച്ചുമില്ല, വീട്ടുകാർ നിർബന്ധിച്ചുമില്ല. അച്ഛനും അമ്മയും വളരെ സമ്പന്നരായ വ്യക്തികളാണ്. വലിയ തോതിലുള്ള ആസ്തി വകകളുള്ള ഒരു കുടുംബത്തിൽപ്പെട്ടൊരു വ്യക്തിയാണ്. അദ്ദേഹം കല്യാണം കഴിച്ച പെൺകുട്ടി ആണെങ്കിൽ ഒരു സ്കൂൾ അധ്യാപികയായ ഒരു കുട്ടിയാണ്. അത്ര സാമ്പത്തിക സൗകര്യങ്ങളില്ലാത്ത ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് അവൾ വരുന്നത്. ഈ കല്യാണം കഴിഞ്ഞ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹവുമായിട്ട് ഒത്തുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ആ പെൺകുട്ടിക്ക് അനുഭവപ്പെട്ടു. വേറൊന്നുമല്ല കാര്യം. എന്ത് കാര്യം തീരുമാനിക്കണമെങ്കിലും ആരോടെങ്കിലും അഭിപ്രായം ചോദിക്കണം. മിക്കവാറും അമ്മയോടാണ് അഭിപ്രായം ചോദിക്കുന്നത്. ഒരു സിനിമയ്ക്ക് പോകണം എന്നുണ്ടെങ്കിൽ അമ്മയെ ഞാൻ സിനിമയ്ക്കൊന്ന് പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുന്നത്. അമ്മയുടെ അനുമതി കിട്ടിക്കഴിഞ്ഞാലേ പോവുകയുള്ളൂ. പൈസ ചിലവാക്കണമെങ്കിലും അത് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാലേ പറ്റുന്നുള്ളൂ. കാരണം ഇദ്ദേഹത്തിന് ബാങ്ക് അക്കൗണ്ടുണ്ട്, അതിൽ പൈസയുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷേ ഓരോ ചെറിയ കാര്യം ചെയ്യണമെങ്കിലും സാധനം വാങ്ങണമെങ്കിലും വൈഫിനൊരു വസ്ത്രം വാങ്ങിക്കൊടുക്കണമെങ്കിലും എല്ലാം അനുമതി വാങ്ങിയിട്ട് മാത്രമേ ഇദ്ദേഹം ചെയ്യുകയുള്ളൂ എന്നൊരു അവസ്ഥയാണ്. അതുപോലെ പുറത്തേക്ക് പോകണമെങ്കിലും ഒറ്റയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം ഇതേപോലെ കല്യാണം കഴിഞ്ഞിട്ട് ചില ബന്ധുവീടുകളിലൊക്കെ യാത്രകൾക്കൊക്കെ പോയപ്പോൾ അച്ഛനും അമ്മയൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു സിനിമയ്ക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭാര്യ നിർബന്ധം കാണിച്ചപ്പോൾ ഇദ്ദേഹത്തിന് വലിയ പേടിയായിരുന്നു. നമ്മളെങ്ങനെ ഒറ്റയ്ക്ക് പോകും, നമുക്ക് അച്ഛനെയും അമ്മയും കൂടെ വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യയ്ക്ക് വിചിത്രമായി തോന്നി. കല്യാണം കഴിഞ്ഞ് അധിക നാളാകാത്ത ദമ്പതികൾ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ അവർ സ്വകാര്യത ആസ്വദിക്കാൻ വേണ്ടി കൂടെയാണല്ലോ പോകുന്നത്. അതിൽ അച്ഛനെ അമ്മയൊക്കെ വിളിച്ചുകൊണ്ട് എങ്ങനെ പോകും? ഞാൻ അങ്ങനെയൊന്നും പോയി, എനിക്ക് ശീലമില്ല എന്നാണ് ഭർത്താവ് പറയുന്നത്. അപ്പോൾ ഭാര്യ പറഞ്ഞു, എനിക്ക് പോയി ശീലമുണ്ട്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ എല്ലാ ദിവസവും ഒറ്റയ്ക്കാണ് പോകുന്നത് വരുന്നത്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് ഒറ്റയ്ക്ക് പോയി ശീലമുണ്ട്. അപ്പോൾ വളരെയധികം നിർബന്ധിച്ച ശേഷമാണ് ഈ ഭർത്താവ് സിനിമയ്ക്ക് പോകാൻ തയ്യാറായത്. ഇതേപോലെ ആഴ്ചയുടെ അവസാനങ്ങളിൽ ഞായറാഴ്ചയോ എവിടെയെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകണമെങ്കിലൊക്കെ വലിയ സങ്കോചമാണ് ഈ ഭർത്താവിന്. എല്ലാ കാര്യങ്ങളും അച്ഛനോടും അമ്മയോടും ചോദിക്കും. അച്ഛനും അമ്മയും ഒരു ആഴ്ചയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർ വീട്ടിലില്ല. ഇങ്ങനെ വരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരനോട് അനുമതി ചോദിക്കുകയാണ്. ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭാര്യയ്ക്ക് ഇത് വിചിത്രമായി തോന്നി. ഇതെന്ത് മനുഷ്യനാണിത്? എന്ത് ചെറിയ കാര്യം ചെയ്യണമെങ്കിലും ഇങ്ങനെ ബാക്കിയുള്ളവരുടെ അനുമതി വാങ്ങി അവർ സമ്മതിച്ചാലേ ഇയാൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞങ്ങളെങ്ങനെ സ്വതന്ത്രമായിട്ടൊരു കുടുംബജീവിതം നയിക്കും എന്നാണ് ആ പെൺകുട്ടി ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഒരു വ്യക്തിത്വ വൈകല്യമാണ്. ഇതിനെ ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ പരാശ്രയ വ്യക്തിത്വ വൈകല്യം എന്ന് പറയും. ഇത്തരത്തിലുള്ള വ്യക്തികൾ ചെറുപ്പം തൊട്ടേ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ബാക്കിയുള്ളവരുടെ ഒരു അനുമതി വാങ്ങി അവരുടെ ഒരു അംഗീകാരം ലഭിച്ചാലേ അത് ചെയ്യൂ എന്നുള്ളതാണ്. സാധാരണ കുട്ടിക്കാലത്തൊക്കെ മാതാപിതാക്കൾ കുട്ടികളെ നിയന്ത്രിക്കാൻ ശ്രമിക്കും. എന്ത് ചെയ്യുന്നതിന് മുൻപ് ഞങ്ങളുടെ അനുമതി വാങ്ങിയിട്ട് ചെയ്യാവൂന്നൊക്കെ പറയും. പക്ഷേ കൗമാരത്തിലേക്ക് എത്തുമ്പോൾ കുട്ടികൾ ഇത്തരത്തിലുള്ള അതിർവരമ്പുകളെയൊക്കെ മറികടന്ന് സ്വതന്ത്രരായി അവരവരുടെ രീതിയിൽ മുന്നോട്ട് പോകാറുണ്ട്. പക്ഷേ ഇവിടെ കൗമാരം എത്തിക്കഴിഞ്ഞാലും ഇത് തന്നെ തുടരുന്നു. കോളേജിൽ പഠിക്കുന്ന പ്രായം എത്തിക്കഴിഞ്ഞാലും 5 പൈസ ചിലവാക്കണമെന്നുണ്ടെങ്കിൽ വീട്ടുകാരുടെ അനുമതി വേണം. എവിടെയെങ്കിലും പോകണമെങ്കിൽ അവരോട് ചോദിച്ചിട്ടേ ചെയ്യൂ. അത് പൂർണ്ണമായ രീതിയിൽ അവരോട് ഒരു അടിമത്വം പോലത്തെ ഒരവസ്ഥയാണ്. എന്തെങ്കിലും കാരണവശാൽ ജീവിതത്തിൽ പ്രധാനപ്പെട്ടൊരു തീരുമാനമെടുക്കണമെങ്കിൽ ഈ പറഞ്ഞ ആളുകളോട് ചോദിച്ച് അവർ പറയുന്ന തീരുമാനമേ സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ജോലിക്ക് പോകാതെ പോലും ഇരിക്കുന്നത് ഇദ്ദേഹം വിദ്യാഭ്യാസമുള്ളൊരു വ്യക്തിയാണ്. വേണമെങ്കിൽ ഒരു ജോലി കിട്ടാവുന്ന അവസ്ഥയുള്ളൂ. കാര്യങ്ങൾ മനസ്സിലാക്കാനും ചെയ്യാനുള്ള ബുദ്ധിയൊക്കെയുണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് പോയി അവിടെയൊക്കെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നാൽ ഞാൻ ആരോട് ചോദിക്കും? ഇത് കാരണമാണ് പുള്ളി ജോലിക്ക് പോലും പോകാതെ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ പലപ്പോഴും മാതാപിതാക്കളെ ആശ്രയിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത്. കുറച്ച് കഴിയുമ്പോൾ സഹോദരങ്ങളെ ആശ്രയിക്കാൻ തുടങ്ങും, പിന്നെ കൂട്ടുകാരെ ആശ്രയിക്കാൻ തുടങ്ങും, കല്യാണം കഴിഞ്ഞ ജീവിത പങ്കാളിയെ ആശ്രയിക്കാൻ തുടങ്ങും. എല്ലാ കാര്യത്തിലും ഈ പരാശ്രയമുണ്ടെങ്കിലേ പറ്റൂ. അപ്പോൾ സ്ഥിരമായി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തി എന്തെങ്കിലും കാരണവശാൽ ഇല്ലാതായിപ്പോയാൽ വല്ലാത്ത വെപ്രാളമാണ്. ഞാൻ എന്തെങ്കിലും അബദ്ധത്തിൽ ചെന്ന് ചാടുമോ, എനിക്കെന്തെങ്കിലും മണ്ടത്തരം പറ്റുമോ, എൻ്റെ ജീവിതം പ്രശ്നമായി പോകുമോ, ഇങ്ങനെ കരുതുകയാണ്. അപ്പോൾ ഇതുമൂലം നമ്മൾ ആരെയാണോ ആശ്രയിക്കുന്നത്, അത് ബന്ധുവാകാം, സുഹൃത്താകാം, അവരെ പരമാവധി പ്രീതിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ്. അവരെ നമ്മുടെ കൂടെ തന്നെ നിർത്താൻ വേണ്ടി അവർ പറയുന്നത് എന്തും അനുസരിക്കുക, അവർ പറയുന്ന അക്ഷരം പ്രതി കേട്ട് മാത്രം ജീവിതം മുന്നോട്ട് പോവുക, അവരോട് ഒട്ടും എതിർക്കാതിരിക്കുക. ഈ രീതിയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. കാരണം
ഇവർക്ക് ഈ പറഞ്ഞ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ബന്ധു ഇല്ലാതെയായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമേ അങ്ങ് നശിച്ചു പോയി എന്നൊരു ഭീതിയാണ്. ആ ഭീതി മറികടക്കാനാണ് ഇവരെ എപ്പോഴും കൂടെ നിർത്താൻ ശ്രമിക്കുന്നത്. ഇനി എന്തെങ്കിലും കാരണവശാൽ അത്തരത്തിലുള്ളൊരു ബന്ധുവോ സുഹൃത്തോ അടുത്തില്ല, അവർ ദൂര സ്ഥലത്തേക്കെങ്ങാനും മാറിപ്പോയാൽ വല്ലാത്ത വെപ്രാളമാണ്. അടുത്ത ആരെയെങ്കിലും ഒന്ന് കിട്ടുന്നത് വരെ, ഇതുപോലെ നമുക്ക് ഉപദേശം ചോദിക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടുന്നത് വരെ ഈ അസ്വസ്ഥതയും വെപ്രാളവും തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് അമിത ഉത്കണ്ഠയിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു വ്യക്തിത്വ വൈകല്യം തന്നെയാണ്. ഇത് ചെറുപ്പം തൊട്ടുള്ളൊരു പ്രശ്നമായതുകൊണ്ട് തന്നെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ചികിത്സയും കൗൺസിലിങ്ങും ഒക്കെ ഇത് മാറാൻ വേണ്ടി ആവശ്യമായി വരും. അമിത ഉത്കണ്ഠ കുറയ്ക്കാനുള്ള മരുന്നുകൾ ഹ്രസ്വകാലത്തേക്ക് കൊടുക്കേണ്ടി വരും. ചിന്താ വൈകല്യങ്ങൾ തിരുത്താനുള്ള ബൗദ്ധിക പെരുമാറ്റ ചികിത്സ പോലെയുള്ള മനഃശാസ്ത്ര ചികിത്സകളും കൃത്യമായി നൽകിയാൽ ക്രമേണ സാവധാനം സമയമെടുത്ത് ഇതിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നന്ദി, നമസ്കാരം.